ഞാൻ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൊല്ലത്തോട്ട് ഇങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു അമ്മയും മോളോട് ഇങ്ങനെ ആണ്ട് വീട്ടിലൂടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരെങ്ങനെ? സുമാ സുരേഷ്. സുമാ സുരേഷ്. മോളെ പേര് സുപ്രഭ. സുപ്രഭ അല്ലേ? അപ്പോൾ മോളെ പഠിക്കുകയാണോ? പഠിച്ച് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഡിഗ്രി എവിടെയായിരുന്നു? ഞാൻ അഞ്ചലായിരുന്നു. എവിടെ? അഞ്ചൽ, സെന്റ് ജോൺസിൽ. അഞ്ചലായിരുന്നില്ലേ? അപ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ കണ്ടത്. നമ്മൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കണ്ടത് നമ്മുടെ ചൈതന്യത്തിന് നേരെ ഓപ്പോസിറ്റാണ് ചേച്ചി മോളുടെ കച്ചവടം ചെയ്തത്. അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ട് തീർച്ചയായിട്ടും ഇവരെ നിന്ന് ഊണും കാര്യങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്പറും കാര്യങ്ങളെല്ലാം കണ്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി അവർ എത്തിച്ചു കൊടുക്കും. ഊണൊക്കെ എത്തിച്ചു കൊടുക്കും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ പണിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തായാലും ഈ ഊണും കാര്യങ്ങളൊക്കെ എത്തിച്ചു തരും കേട്ടോ. അതാണ് നമ്മളൊരു ഊണ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ചേച്ചി നമുക്ക് എന്തായാലും ഊണൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അപ്പോൾ എനിക്കൊരു ഊണാണ്. അപ്പോൾ അതാണ് ഞാനൊരു ഊണ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. കാര്യം നമ്മളെല്ലാ ആൾക്കാരും കഷ്ടപ്പെടുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവരൊരു കഷ്ടപ്പാടാണ്. ആ ഒരു കഷ്ടപ്പാടിന് നിങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ വലിയ കടകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എത്ര രൂപ ഈ ഒരു ഊണിനൊക്കെ ആവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും കൂട്ടം കറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഊണിന് എത്ര ആഴ്ച റേറ്റ് വരുന്നത്? 100 രൂപ. വറുത്തമീൻ ഇല്ലെങ്കിൽ 70. ആ വറുത്തമീൻ ഇല്ലെങ്കിൽ 70 രൂപയാണ് കേട്ടോ. അത് വലിയൊരു റേറ്റൊന്നും അല്ല. ഊണൊക്കെ മേടിച്ച് കാശൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും വരട്ടെ. ചേച്ചിക്ക് ആൾക്കാരൊക്കെ പറയാനുണ്ടോ? വരണമെന്ന് ആൾക്കാരൊക്കെ എല്ലാവരും പറയണോ? നല്ല ടേസ്റ്റുള്ള ആഹാരമാണ്. കഴിക്കുമ്പോൾ അതുപോലെ മനസ്സിലാവും. വീട്ടിൽ നമ്മൾ വീട്ടിൽ ഞങ്ങൾ 5-6 പേരുണ്ട്. എല്ലാവരും കൂടെ കൂടി എൻ്റെ മക്കള് വീട്ടിൽ ഞങ്ങൾ എൻ്റെ മോള്, എൻ്റെ മോൻ്റെ പെണ്ണ്, ഈ കൊച്ചി, അതായത് എൻ്റെ മോൻ്റെ ഇതെന്റെ ചേട്ടത്തിയുടെ മോളിനെ കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്നത് കണ്ടല്ലോ, അവരെ എല്ലാ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഒരു സംരംഭം. എല്ലാ ആൾക്കാരും ഇവരെയും സഹായിക്കുക. ഒരുപാട് രീതി, ഒരുപാട് പൈസയൊക്കെ ഉള്ള കൂടുതലായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ല, എല്ലാം പോയി. അതുകൊണ്ട് ഇപ്പൊ ഈ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാം തിരിച്ചു വരും. കാരണം അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. എല്ലാം മുകളിൽ ദൈവത്തിലിരിക്കുന്ന കാര്യമല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം, അതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ശരി ചേച്ചി, ഓക്കെ. അപ്പൊ കണ്ടല്ലോ, ഒരുപാട് ആൾക്കാരാണ് ഇങ്ങനെ തെരുവിലൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടി. അപ്പം എല്ലാ ആൾക്കാരും ഇവരെ വന്ന് ഫുഡൊക്കെ മേടിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു ഫുഡ് മേടിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഓക്കെ, നല്ല വീടായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്. നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.